ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മട്ടൺ സൂപ്പാണ്. ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈ സൂപ്പ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഫെനൽ സീഡ്സും ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിടന്ന് നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തു. നാലോ 5 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ചെറിയ അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് സൂപ്പ്. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ഷാലറ്റ്സ്. അതൊരു 10 12 എണ്ണം എടുക്കാം. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം നെയ്യിലൊന്ന് വഴണ്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന ജീരകമാണ്. അപ്പം നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പൊടികളെല്ലാം നല്ല മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു 300-350 ഗ്രാം മട്ടൻ്റെ എല്ലാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ കൊഴുപ്പില്ലാത്ത ബോൺ മാത്രമാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് ഫ്ലഷൊക്കെ ഉണ്ടാവും. ബോൺ ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരണം. ഞാനൊരു 1/2 മണിക്കൂർ സമയം സിമ്മിലാക്കി വെച്ചു. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് സമയ വ്യത്യാസം ഉണ്ടാവും. ബോണെല്ലാം വെന്തതിനെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഒക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൺ സൂപ്പാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെയധികം
ഗുണം ചെയ്യുന്ന മട്ടൻ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. തയ്യാറാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.